ഹായ് ഹലോ എല്ലാ പേർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 114 ഭാഗത്തിൽ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. യുണൈറ്റഡ് പീപ്പിൾസിൻ്റെ ബാനറിൽ ജോസ് തോമസ്, പത്മജ രേഖ, പീതാംബരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് ഭദ്രൻ രചനയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. മമ്മൂട്ടി, സിസിലി, റഹ്മാൻ, ശ്രീവിദ്യ എന്നിവർ അഭിനയിച്ച ഈ ചിത്രത്തിൽ മോഹൻലാലും എത്തുന്നുണ്ട്. സഞ്ജയ്, സിസിലി എന്നിവരെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. തമിഴിൽ കൊഞ്ചും കിളി എന്ന പേരിൽ പുനർനിർമ്മിച്ച ഈ ചിത്രത്തിൽ രഘുവരനും ശ്രീവിദ്യയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ഇളയരാജയാണ്. ഛായാഗ്രഹണം യു രാജഗോപാലും എഡിറ്റിംഗ് MS മണിയും നിർവഹിച്ചിരിക്കുന്നു. 1986 മെയ് 9 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ഈ ചലച്ചിത്രത്തിൻ്റെ വിതരണാവകാശം യുണൈറ്റഡ് പിക്ചേഴ്സാണ് നിർവഹിച്ചത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയ 2 ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്. ഈ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസ്, ജാനകി എന്നിവരാണ്. ഗാനങ്ങൾ: കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനമുരുകല്ലേ, ഏതോ ഗാനം എങ്ങോ മൂളി എന്ന് തുടങ്ങുന്ന ഗാനവും, പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ എന്ന് തുടങ്ങുന്ന ഗാനവുമാണ് ചിത്രത്തിലുള്ളത്. ഈ 2 ഗാനങ്ങളും ചിത്രത്തിൽ സൂപ്പർ ഹിറ്റായ ഗാനങ്ങളായിരുന്നു. ഗാനങ്ങൾ മാത്രമല്ല, ചിത്രവും കൊമേഴ്സ്യലി വളരെ സക്സസ് ആയിരുന്നു. ഈ ചിത്രം 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ ചിത്രം കൂടിയാണ്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: ഡോക്ടർ ഐസക് പീറ്ററായി മമ്മൂട്ടി, സഞ്ജയ് അല്ലെങ്കിൽ സഞ്ജു ആയി റഹ്മാൻ, സിസിലി ഐസക്കായി സിസിലി, ക്ലാര ഐസക്കായി ശ്രീവിദ്യ, വാസുപിള്ളയായി തിലകൻ, അമ്മുക്കുട്ടിയായി സുലക്ഷണ, തെരുതച്ചേട്ടത്തിയായി അടൂർ ഭവാനി, ക്ലാരയുടെ സർവൻ്റ് പൊന്നമ്മയായി കുമ്പളങ്ങി ബീന, പോളിയായി മോഹൻലാൽ. ഒരു പങ്കാളി മറ്റേയാളെ അനാവശ്യമായി സംശയിക്കുക, അതുവഴി മക്കൾക്ക് മാനസിക പ്രശ്നങ്ങൾ നൽകി അവരുടെ ജീവിതത്തിന് അന്ത്യം വരുത്തുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. മാതാപിതാക്കളുടെ സ്നേഹമാണ് കുട്ടികളുടെ അസ്തിത്വം എന്ന സത്യത്തിലേക്കാണ് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രം വിരൽ ചൂണ്ടുന്നത്. മികച്ച സംവിധായകൻ മാത്രമല്ല, ഭാവനാസമ്പന്നനായ ഒരു കഥാകൃത്ത് കൂടിയാണ് താനെന്ന് ഭദ്രൻ ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു. ഡോക്ടർ ഐസക് പീറ്ററും ഭാര്യ ക്ലാര പീറ്ററും അവരുടെ മകൾ സിസിലി പീറ്ററും താമസിച്ചിരുന്ന വീടിനടുത്തേക്ക് സഞ്ജയും അവൻ്റെ മാതാപിതാക്കളും താമസത്തിനെത്തുന്നു. ക്ലാരയ്ക്ക് സദാ ഡോക്ടർ ഐസക് പീറ്ററെ സംശയമാണ്. സഞ്ജയൻ്റെ അച്ഛന് സദാ അവൻ്റെ അമ്മയെ സംശയം കൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജയും സിസിലിയും ഒരേ തൂവൽ പക്ഷികളാണ്. ദുഃഖപക്ഷികൾ എന്നും പറയാം. അവരുടെ ദുഃഖം അവർക്ക് നൽകിയത് ഒരിക്കലും പൊരുത്തപ്പെടാത്ത അവരുടെ മാതാപിതാക്കളാണ്. ഒരേ തൂവൽ പക്ഷികൾ കണ്ടുമുട്ടിയപ്പോൾ അതൊരു പ്രണയമായി വളർന്നു. പക്ഷേ ആ പ്രണയവും ദുരന്തത്തിൽ ഒടുങ്ങുന്നു. സഞ്ജയുടെയും സിസിലിയുടെയും ഈ കഥയാണ് ഭദ്രൻ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലൂടെ പറഞ്ഞത്. സൈക്യാട്രിസ്റ്റായ ഐസക് പീറ്ററിൻ്റെയും ക്ലാരയുടെയും ഏക മകളാണ് സിസിലി. രോഗികളുടെ കുടുംബ പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഡോക്ടർ ഐസക് പീറ്ററിൻ്റെ ദാമ്പത്യ ജീവിതം പൊരുത്തക്കേടുകളുടെ സമാഹാരമാണ്. ക്ലാരയ്ക്ക് സദാ ഐസക് പീറ്ററിനെ സംശയമാണ്. അവൾ എപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് അയാളെ നോവിച്ചുകൊണ്ടേയിരിക്കും. നിസ്സഹായനായ ഐസക് പീറ്ററിനെ കാണുമ്പോൾ സിസിലിയുടെ മനസ്സ് വേദനിക്കും. മാതാപിതാക്കൾ 2 ധ്രുവങ്ങളിലായതിൻ്റെ മാനസിക സംഘർഷം അവളെ കൂട്ടുകാരിൽ നിന്നൊക്കെ മാറ്റി നിർത്തി.
അവൾ ഒറ്റപ്പെട്ടു നിന്നു. സിസിലിയുടെ അയൽ വീട്ടിൽ സഞ്ജയും മാതാപിതാക്കളും താമസത്തിനെത്തുന്നു. വാസുപിള്ളയും അമ്മുക്കുട്ടിയും അവരുടെ ഏക മകനുമായ സഞ്ജയ്. വാസുപിള്ളയ്ക്ക് അമ്മുക്കുട്ടിയെ സംശയമാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വാസുപിള്ള അമ്മുക്കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വാസുപിള്ളയുടെ സംശയരോഗം മാറ്റാൻ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാമെന്ന് അമ്മുക്കുട്ടി പറയാറുണ്ടെങ്കിലും തനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന നിലപാടിൽ തന്നെ വാസുപിള്ള ഉറച്ചു നിന്നു. വാസുപിള്ളയുടെ ഈ സ്വഭാവത്തെപ്പറ്റി അയൽവീട്ടിൽ താമസിക്കുന്ന ഐസക് എന്ന സൈക്യാട്രിസ്റ്റിനോട് പറയാൻ പലപ്പോഴും അമ്മുക്കുട്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മുക്കുട്ടി ഐസക്കിനോട് സംസാരിക്കുമ്പോൾ ഐസക്കിൻ്റെ ഭാര്യ ക്ലാരയും അമ്മുക്കുട്ടിയുടെ ഭർത്താവ് വാസുപിള്ളയും സംശയത്തോടെ അവരെ വീക്ഷിച്ചു എന്നത് ഒഴികെ മറ്റൊന്നും തന്നെ നടന്നില്ല. മാതാപിതാക്കളുടെ വഴക്ക് കണ്ട് നിസ്സഹായനായ സഞ്ജയ് അതിൻ്റെ മാനസിക സംഘർഷം ഒഴിവാക്കാനായി കഞ്ചാവിൽ അഭയം തേടുന്നു. സിസിലി പഠിക്കുന്ന കോളേജിൽ തന്നെ സഞ്ജയും ചേർന്നു. അവർ പരസ്പരം അവരുടെ ദുഃഖങ്ങളും ആശങ്കകളും പങ്കുവച്ചു. അവരുടെ സൗഹൃദം അവരുടെ ദുഃഖങ്ങൾക്കൊരാശ്വാസമായി. ക്രമേണ ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി. സിസിലിയുടെ പ്രണയം ക്ലാര കയ്യോടെ പിടികൂടുന്നു. സഞ്ജയെ ഈ പ്രണയത്തിൽ നിന്നും പിന്മാറ്റുന്നതിന് വേണ്ടി സഞ്ജയെ കൈകാര്യം ചെയ്യാൻ ക്ലാര തൻ്റെ സഹോദരനായ പോളിയെ വിളിച്ചു വരുത്തുന്നു. പോളി സഞ്ജയെ മർദ്ദിക്കുന്നു. ഈ സംഭവം വാസുപിള്ള അറിയുന്നു. അയാൾ സഞ്ജയിനെ കുറ്റപ്പെടുത്തുകയും ഈ പ്രണയത്തിൽ നിന്നും പിന്മാറണമെന്ന് കർശനമായി താക്കീത് നൽകുകയും ചെയ്യുന്നു. സിസിലിയുടെ വീട്ടിലും പ്രശ്നമായി. എങ്കിലും ഡോക്ടർ ഐസക് പീറ്ററിന് തൻ്റെ മകളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. താളം തെറ്റിയ തങ്ങളുടെ ദാമ്പത്യത്തിനിടയിൽ ജനിച്ചതും വളർന്നതുമാണ് സിസിലിയുടെ പ്രശ്നമെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പോയാൽ തങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നാകാൻ കഴിയില്ല എന്ന് സിസിലിയും സഞ്ജയും മനസ്സിലാക്കുന്നു. അവരിരുവരും റെയിൽപാളത്തിൽ ഒടുങ്ങാൻ തീരുമാനിക്കുന്നു. റെയിൽപാളത്തിലെ ചോരത്തുള്ളികളുടെ ദൃശ്യത്തിലൂടെ ചിത്രം അവസാനിക്കുന്നു. ഡോക്ടർ ഐസക് പീറ്ററായി മമ്മൂട്ടിയും ക്ലാരയായി ശ്രീവിദ്യയും സിസിലിയായി അന്ന് പുതുമുഖമായിരുന്ന സിസിലിയും സഞ്ജയായി റഹ്മാനും വാസുപിള്ളയായി തിലകനും അമ്മുക്കുട്ടിയായി സുലക്ഷണയും മികച്ച അഭിനയം കാഴ്ചവെച്ചപ്പോൾ മോഹൻലാലിൻ്റെ ഒരു വ്യത്യസ്ത വേഷമായിരുന്നു ഈ ചിത്രത്തിൽ പോളി എന്ന കഥാപാത്രം. മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തിയത് പോളിയായാണ്. തികച്ചും ഒരു വ്യത്യസ്ത വേഷമായിരുന്നു. ക്ലാരയുടെ സഹോദരനായ പോളി ഒരു വിക്കനാണ്, ഗുണ്ടയും. കുറച്ച് സീനുകളിൽ മാത്രമേ പോളി പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എങ്കിലും പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടാൻ സാധിച്ചു. നെഗറ്റീവ് ക്യാരക്ടറാണെങ്കിലും ആ സമയത്ത് മോഹൻലാൽ കത്തി നിൽക്കുന്ന സമയമായിരുന്നല്ലോ. 1986 എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ കരിയറിൽ മികച്ച ഒരു സമയമായിരുന്നു. ആ സമയത്തും ആ കഥാപാത്രം സ്വീകരിച്ചത് പോളി എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാവും. ഈ ചിത്രത്തിലെ 2 ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. മനഃശാസ്ത്രപരമായി ചിത്രീകരിച്ച ചിത്രമാണിത്. ദാമ്പത്യത്തിലെ താളക്കേടുകൾ ബാധിക്കുന്നത് കുട്ടികളെയാണ് എന്നൊരു സന്ദേശം കൂടി നൽകാൻ ചിത്രം ശ്രമിച്ചിരുന്നു. അവർ കൈവിട്ടു പോയാൽ തിരിച്ചു പിടിക്കാൻ പ്രയാസമാണ്. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ സഞ്ജയും സിസിലിയും കൈവിട്ടു പോകുന്ന കുട്ടികളുടെ പ്രതീകമായിരുന്നു. പ്രണയത്തിലൂടെ അവർ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു എങ്കിലും ജാതിയും മതവും മാതാപിതാക്കളുടെ ഈഗോയും അവരെ അതിനനുവദിച്ചില്ല. ഒടുവിൽ ആത്മഹത്യ കൊണ്ട് അവർ ജീവിതത്തിന് വിരാമമിട്ടു. അപ്പോഴും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒന്ന് സമാധാനമായിരുന്ന് ചിന്തിച്ചാൽ എല്ലാറ്റിനും പരിഹാരമുണ്ടാവും. സ്വന്തം ജീവിതം അല്ലെങ്കിൽ ജീവൻ നശിപ്പിച്ച് ആരെയും സന്തോഷിപ്പിക്കരുത്. മാതാപിതാക്കളുടെ സ്നേഹം കുട്ടികൾക്ക് ആവശ്യമാണ്. അതവർക്ക് നൽകുക, അതവരുടെ അവകാശമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വിട പറയുന്നു. ഈ ചിത്രത്തിൻ്റെ കോപ്പി യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമിലുമൊക്കെ ലഭ്യമാണ്. മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.